അപ്പോൾ മക്കളെ ഇന്ന് പൂളയാണ് കേട്ടോ രാവിലെ തന്നെ കടി. അപ്പോൾ ചെറുക്കൻ പൂള പറിക്കണുണ്ടായിന്. അപ്പോൾ അവിടുന്ന് കെസറ് പറക്കി കൊണ്ടുവന്നതാണ്. നമ്മളവിടെ പൂള പറിക്കണോടത്തുനിന്ന് പൊറുക്കി കൊണ്ടുവരുന്ന സാധനമാണ് കെസറ് എന്ന് പറയട്ടോ. അപ്പോൾ പൂളയൊക്കെ നന്നാക്കിയിട്ടുണ്ട് കേട്ടോ. പൂളയൊക്കെ നന്നാക്കി കഴുകാൻ വെച്ചേക്കാണ്. അപ്പോൾ പൂള നന്നാക്കലൊക്കെ കഴിഞ്ഞ് അത് കുക്കറൊക്കെ ഇട്ട് വേവിക്കാല പരിപാടിയാണ്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് വെള്ളം പാരാണ്. അപ്പോൾ ഒന്ന് വെറൈറ്റി രാവിലെ ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് പൂളിയും നല്ല കാന്താരി മുളക് ഇട്ട സമ്മന്തിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ പൂള തീ വെച്ചിട്ടുണ്ട്. തീ കത്തിച്ച് കൊടുത്തിട്ട് പൂള വെന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പൊടിയുള്ള നല്ല പൂളയാണ്. നല്ല വെന്ത് കഴിഞ്ഞപ്പോൾ നല്ല പൊടി ഉണ്ടായിട്ട് നല്ല പശ പോലെ നിൽക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മളെ കാന്താരി മുളക് സമ്മന്തി അരക്കാല പരിപാടിക്ക് പോവുകയാണ് കേട്ടോ. അതിന് ചെറിയ ഉള്ളി എടുത്തിട്ടാണ്. ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചെറിയ ഉള്ളി അടിപൊളിയായിട്ട് തൊലിച്ച് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്ക് കുറച്ച് കാന്താരി മുളക് കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ കാന്താരി മുളക് റെഡിയാക്കണം. ഇനി പറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കാന്താരി മുളകും പൂളിയൊക്കെ റെഡിയാണ്. അപ്പോൾ നമുക്കൊന്ന് തിന്ന് നോക്കല്ലേ. അപ്പോൾ അത് കുട്ടികളുടെ അടുത്തേക്ക് നമ്മളെ കാന്താരിക്ക് കൊടുത്തിട്ടുണ്ട്. കാന്താരി മുളക് സമ്മന്തിയും പൂളിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ കഴിക്കണം. നമ്മളൊന്ന് ചോദിച്ചോക്കെ എന്താ അഭിപ്രായം എന്നുള്ളത്. 10 വയസ്സെല്ലായിരുന്നു അവളെ തൊള്ളയിലെ പല്ലാണ് കടിച്ചു പോയിച്ചും. അടിപൊളിയാണ് കാരണം. എങ്ങനെയുണ്ടടാ എന്ന് അവരോട് ചോദിച്ചപ്പോൾ എല്ലാത്തിനും അടിപൊളി എന്ന് പറയുന്നവർ ഇത് അതേപോലെ തന്നെ ഇതിനും അടിപൊളിയാണെന്ന് പറഞ്ഞു. മോളവൻ്റെ മടിയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെ ഇനി ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്. അഭിപ്രായം പറഞ്ഞാൽ അവർ സത്യമാണോ എന്ന് നമുക്കറിയണല്ലോ. അപ്പോൾ കഴിച്ചു നോക്കാല്ലേ. നല്ല പൊടിയുള്ള നല്ല ഇതാണ് കേട്ടോ. നല്ല പശ പോലെ നിൽക്കുന്നുണ്ട്. നല്ല രസമുള്ള നിൽക്കുന്നുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ പൂള സമ്മന്തിയിൽ ഇപ്പോൾ തന്നെ നാവിലിങ്ങനെ വെള്ളം വന്നു. അടിപൊളിയാണ് കേട്ടോ. എന്താ കോമ്പിനേഷൻ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ്, സബ് ചെയ്യ്, ഫോളോ ചെയ്യ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.